സംശയമാണ്. അപ്പോൾ ഒരു വശത്ത് BJP-യുമായി ഡീല്, ഒരു വശത്ത് ഈ പറയുന്ന SDPI-യുമായി ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇനി സംസ്ഥാനത്ത് CPM BJP SDPI അവിശുദ്ധ കൂട്ടുകെട്ട്. വീണ്ടും ഒരു തുടർ ഭരണത്തിന് ഞങ്ങൾ എതിരല്ലെന്ന് SDPI. CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്നു. മീഡിയ വണ്ണിലെ നിഷാദും റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും പറയുന്നത് ഇന്നിപ്പോൾ പറഞ്ഞു വന്ന കാര്യം പിണറായി വിജയൻ ഇന്ന് മങ്കടയുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യമാണല്ലോ. മങ്കടയിൽ SDPI പിന്തുണ വേണ്ടെന്ന് വെക്കുമോ എന്ന ചോദ്യത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ടെന്ന് മനസ്സിലായി എന്നുള്ള മറുപടി അല്ല പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും 4 വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുകയാണല്ലോ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം എന്ന പ്രയോഗം പോലും അതിശക്തമായി, അത് ആ പ്രയോഗത്തിലെ രാഷ്ട്രീയ ശരിയോ തെറ്റും വേറെ തന്നെ, പക്ഷേ അത് ഒരു ശക്തമായ പ്രതികരണമായി തന്നെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ ഇതിൽ അത് മനസ്സിലായി എന്ന് പറഞ്ഞ് അതിനെ വളച്ച് പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. SDPI വോട്ട് വാങ്ങുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ ഇല്ല, വാങ്ങുമ്പോൾ അവർ തരുന്നെങ്കിൽ തരട്ടെ എന്ന രൂപത്തിലാണെങ്കിൽ അത് പറയാം. അത് പറഞ്ഞിട്ടില്ല. ഇനി അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? അവിടെ ഇപ്പോൾ കുന്നത്ത് മുഹമ്മദിനെ മുൻ ലീഗ് വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ്, മുൻ മണ്ഡലം പ്രസിഡന്റിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവിടുത്തെ SDPI സ്ഥാനാർത്ഥി ആരായിരുന്നു? ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നേ, ഡോക്ടർ CH അഷ്റഫ്. ആ CH അഷ്റഫിന് വേണ്ടി അവിടെ റോഡ് ഷോ അടക്കം നടന്നതിന് ശേഷമാണ് CH അഷ്റഫിനെ പിൻവലിക്കുന്നത്. ആ പിൻവലിക്കൽ അപ്പോൾ സംശയകരമാകില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഒരു സംശയമായി നിൽക്കുന്നു. അടുത്തത് വേങ്ങരയിൽ SDPIക്ക് 10,000 വോട്ട് വരെ കിട്ടിയിട്ടുണ്ടോ മുൻപ്? അവിടെ ഈ പറയുന്ന സഭാ കുണ്ടുപുഴയ്ക്കൽ അദ്ദേഹത്തിനൊപ്പം 2021 അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിനൊപ്പം അവിടെ ആ പരിപാടിയിൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിനൊപ്പം സംസാരിക്കാനായി നിൽക്കുന്നത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കേട്ടോ, CP ലത്തീഫാണ്. ആരെങ്കിലുമല്ല, CP ലത്തീഫ് ആ വേദിയിലിരിക്കുന്ന ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അവിടെ സഭ പ്രസംഗിക്കുന്നു, ആ വേദിയിൽ അടുത്ത പ്രാസംഗികനായി അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതായത് SDPIക്ക് കൂടി വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന സഭ. അപ്പോൾ സാധാരണഗതിയിൽ സ്വതന്ത്രരെ നിർത്തുമ്പോൾ സ്വതന്ത്രയുടെ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയുള്ള സ്വതന്ത്രരെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു ക്രൈറ്റീരിയൊക്കെ സാധാരണഗതിയിൽ CPM-ന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ ഘടകമായിരിക്കുന്നത് SDPIയുടെ പിന്തുണ കൂടിയുള്ള ഒരാളാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം അത് നമ്മുടെ മുന്നിൽ ചിത്രമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ആരുടെ വോട്ടും വേണ്ടത് വെക്കില്ല, SDPIയുടെ എന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പറയുന്ന MA ബേബിയുടെ വാചകങ്ങളാണ് ഏറ്റവും പ്രധാനം. അതാണ് അവസാനത്തെ വാക്ക് എന്ന് പറയുകയാണെങ്കിൽ MA ബേബി ഇത്ര കാലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ വിഷയം ഇങ്ങനെ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിക്കേണ്ട, അതിവിടെ പറയേണ്ട കാര്യമില്ല എന്നിട്ട് ഇവിടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞല്ലോ. അപ്പോൾ ജമാഅത്തെ വിഷയം അവിടെ ഉന്നയിക്കാൻ എളമരം കരീം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് MA ബേബി പറയുന്നതനുസരിച്ചിട്ടാണ് ഈ പാർട്ടിയിലെ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഒരു ശക്തനായ CPM നേതാവാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇനി PM ശ്രീയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഒരു ഘടകമായി നിൽക്കുന്നു. ഇനി ഈ SDPI വോട്ട് വേണ്ട എന്ന് അതിശക്തമായ തീരുമാനമെടുക്കുകയും സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുള്ള CPM-നെ എനിക്കറിയാം. 2018 അങ്ങനെയൊരു നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് കൃത്യമായി CPM നൽകുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: SDPI-യുമുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPI പിന്തുണയോടെ അധികാരത്തിലുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം CPM-നുണ്ടെങ്കിലും SDPI ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ CPM-ന് പിന്തുണ നൽകുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അത് വേണ്ട എന്ന തീരുമാനമെടുക്കുന്നത്. അതെപ്പോഴാണ്? അഭിമന്യു വധത്തിന് പിന്നാലെയാണ്. ഓർക്കണം, അഭിമന്യു വധത്തിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ള ഓർക്കണം. അതിന് പിന്നാലെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ CPM SDPI കൂട്ടുകെട്ട് വലിയ ചർച്ചയായിരുന്നത്. അപ്പോഴാണ് അത് വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ അന്ന് ഉയർന്നിരുന്ന ഒരു ആരോപണം യുവജന സംഘടനകളായ SFI-യിലും DYF-യിലും അടക്കം SDPI പ്രവർത്തകർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടെ ആ ഘട്ടത്തിൽ ഉയർന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായത്. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അന്ന് MM ഹസനാണ് UDF കൺവീനർ. അദ്ദേഹം പറയുന്നുണ്ട് ആ പിന്തുണ വേണ്ട എന്ന്. പക്ഷേ പ്രണത്തെ SDPIയുടെ വോട്ട് കൊണ്ടാണ് അവിടെ പറയുന്ന 18,840 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ CPM നടത്തിയ
തീവ്ര ശ്രമങ്ങളും നമ്മുടെ ഇപ്പോൾ റഹീമിന്റെ പ്രതികരണം അടക്കം എടുത്തു കാണിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ SDP പറയുന്നത് എന്താണ്? മൂന്നാം ഊഴം, അതായത് തുടർ ഭരണത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. നിങ്ങളൊക്കെ പറഞ്ഞതിലും പറയാതിരുന്ന വാചകമാണത്. തുടർ ഭരണത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. ഇനി CPM പ്രധാനപ്പെട്ട നേതാക്കളുടെ ഓരോരുത്തരുടെയും പ്രതികരണം എടുത്തു നോക്കൂ. EP ജയരാജൻ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. SDP ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് EP ജയരാജൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. LDF കൺവീനർ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് ഇത് നൽകുന്ന സൂചന എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. 118 സീറ്റുകൾ മത്സരിക്കുമെന്ന് പറഞ്ഞ SDP അത് 34 ചുരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഗിനെ പിന്തുണച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതിൽ ലീഗിൻ്റേത് തീവ്ര നിലപാടല്ല എന്നുള്ളതാണ്. തീവ്ര നിലപാട് കൂടി SDP രൂപപ്പെട്ടത് നമുക്കറിയാം. SDP ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എങ്ങനെയാണ് വന്നത് നമുക്കറിയാം. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് SDP പ്രവർത്തകനായ ഒരാൾ ഞാനിതാ UDF പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ LDF പിന്തുണയ്ക്കുന്നു പറയുന്ന രൂപത്തിലല്ലല്ലോ. ഇതൊരു സംഘടന എന്ന രൂപത്തിൽ തന്നെ ഞങ്ങളിതാ തുടർ ഭരണം ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ അത് സംശയിക്കാം. അപ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ആ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഒരു വശത്ത് BJPയുമായി ഡീല്, ഒരു വശത്ത് ഈ പറയുന്ന SDPയുമായി ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇനി BJPയും കോൺഗ്രസും തമ്മിലാണ് ഡീൽ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന BJPയുമായിട്ട് കോൺഗ്രസ് ഇവിടെ ഡീൽ നടത്തിക്കഴിഞ്ഞാൽ ആത്മഹത്യാപരമാകും എന്നുള്ളതാണ്. കേരളത്തിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആത്മഹത്യാപരമാകും എന്നുള്ളതാണ്. ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എന്തിനു പോകണം, അങ്ങനെ പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം ഞങ്ങൾക്ക് തുടർ ഭരണം കിട്ടുകയും 1-2 സീറ്റുകൾ BJP എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിതാ മൂന്നാം ഓഴത്തിലേക്കും വരുന്നു എന്ന രൂപത്തിലുള്ള ഡീലിന് സാധ്യതയുണ്ട്. അതാണ് ലോജിക്കലായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ഡീൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില അടവ് നയങ്ങൾ പലയിടത്തും നടക്കുന്നു. ആ അടവ് നയങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പലയിടത്തും CPM കോട്ടയെന്ന് കരുതിയ പലയിടത്തും SDP വിജയമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പെട്ട മുഴുപ്പിലങ്ങാട് അവിടെ 7 വാർഡുകളുടെ വിജയം SDP പിന്തുണയോടെയാണെന്ന ആരോപണം ഉയരുന്നു. കാരണം ആ ഭരണം അവിടെ 4 പേരാണ് SDP അംഗങ്ങളായിട്ടുള്ളത്. അവരുടെ പിന്തുണയോടെയാണ് അവിടെ ഭരണം എന്നുള്ള വിഷയം അവിടെ വന്നിട്ടുണ്ട്. വേറെയും പല സ്ഥലത്തും ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തദ്ദേശത്തിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഇതേപോലെ SDP പിന്തുണയിൽ UDF ജയിച്ചു. അങ്ങനെ അത് വലിയ വിവാദമായപ്പോൾ അവിടുത്തെ UDFന്റെ പിന്തുണ ലഭിച്ച പ്രസിഡന്റിനോട് സ്ഥാനം രാജിവെക്കാൻ UDF ആവശ്യപ്പെട്ടതും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് ഈ പിന്തുണയുടെ സ്വഭാവം. പല ഘട്ടങ്ങളിൽ 2018 മാത്രമല്ല 2025 കേട്ടോ, മറക്കണ്ട. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ SDP പിന്തുണ വേണ്ട എന്നൊരു സർക്കുലർ CPM പുറത്തിറക്കുന്നു. അങ്ങനെ SDP മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി, SDPI, BJP തുടങ്ങിയവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു സർക്കുലർ തന്നെ CPM ഇറക്കിയിരുന്നു. അപ്പോൾ അത്രയ്ക്കും ശക്തമായ ചില നിലപാടുകൾ പുറത്തേക്ക് തന്നെ സർക്കുലറായി ഇറക്കിയിരുന്ന ഒരു സംവിധാനം ഇപ്പോൾ അഴകുഴമ്പൻ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് സംശയിക്കാമെന്നുള്ളതാണ്. അപ്പോൾ SDP CPM ഡീലോ അല്ലെങ്കിൽ അടവ് ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെയുള്ള മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും മുസ്ലിം കോൺസ്റ്റിറ്റ്യൂഷനിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ ഇവയുടെയൊക്കെ പേര് പറഞ്ഞ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഒരു പരിധി കവിഞ്ഞപ്പോൾ അതിൻ്റെ പരിധി കവിഞ്ഞു പോവുകയും മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അവർക്ക് ആകമാനം ഫീൽ ചെയ്യുകയും അവരാകമാനം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും അകന്നു പോവുകയും തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു കൂട്ടുകയും നമ്മൾ തോൽക്കുകയും ചെയ്യുന്നു എന്ന് പാർട്ടിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം നമുക്ക് ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഡൗൺ പ്ലേ ചെയ്യാമെന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം കുറച്ച് ദിവസം മുന്നോട്ട് പോയിട്ട് ഇന്നലെ നോക്കൂ, ഇന്നലെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി ആണ് ഓരോ സ്ഥലത്തും UDFന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് പറയാൻ തുടങ്ങുകയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ആക്ഷേപം അവർ വീണ്ടും തുടരുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് പ്ലേ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതി വീണ്ടും പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ട്രസ്റ്റ് ഇഷ്യൂവിനെ റീബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ SDP ആയിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ് നമ്മൾ എങ്ങനെ നോക്കിയാലും. കാരണം SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ലോക്കൽ ബോർഡ് കാര്യം പറഞ്ഞത് നന്നായി പെർഫോം ചെയ്യുകയും ചെയ്ത സീറ്റുകൾ പലയിടത്തും അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. അവർ സ്ഥാനാർത്ഥികളെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ലെഫ്റ്റിനെ വിജയിപ്പിക്കുക, UDFന്റെ സാധ്യതകളെ നാരോ എഡ്ജിൽ തട്ടിക്കളയുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. സ്വന്തം സംഘടനാ താല്പര്യമല്ല, മറിച്ച് ലെഫ്റ്റിൻ്റെ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയാണ് ഇത്തവണ അവരെല്ലാ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് പുറത്തു വരികയും വലിയ തോതിൽ അത് ചർച്ചയാവുകയും ചെയ്ത ഘട്ടത്തിൽ അപ്പുറത്തെ കൺസോളിഡേഷനെ ഇത് ബാധിക്കുമെന്ന് CPMന് ഒരു ഭയപ്പാട് പെട്ടെന്ന് കുടുങ്ങി. ഞങ്ങൾ SDPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബന്ധം അത് ആഘോഷിക്കപ്പെടുന്നത് ഞങ്ങൾ ഇപ്പുറത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കൺസോളിഡേഷനെ ബാധിക്കുമെന്ന് ഭയം കുടുങ്ങുകയും ചാടിയിറങ്ങി. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ഒരു മുസ്ലിം സംഘടനാ പേര് വേണം. അപ്പോൾ കയ്യിലുള്ള ജമാഅത്തെ ഇസ്ലാമി എടുത്ത് വീണ്ടും അടിക്കാൻ തീരുമാനിക്കുന്നു. നേരത്തെ ഇന്നലെ വരെ അവർക്ക് ആ പ്ലാൻ ഉണ്ടായില്ല. കാരണം SDPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബാന്ധവം കൊണ്ട്
UDF നാരോ എഡ്ജിൽ പലയിടത്തും തോറ്റുപോവുകയും മാജിക് നമ്പറിലെത്താതെ UDF അധികാരത്തിൽ വരാതെ പോവുകയും ചെയ്യും. ആ പ്ലാൻ വർക്കാവുമെന്ന് വിചാരിച്ചിരിക്കെ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം സംഘടനകളോടൊന്നും അങ്ങനെ മുസ്ലിം ഇത്തരം അവർ മാർക്ക് ചെയ്തിട്ടുള്ള മുസ്ലിം സംഘടനകളോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വിധേയത്വം ഇല്ലെന്ന് കാണിക്കാൻ അവർ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി കാർഡ് എടുത്ത് പുഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോദിക്കണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും അവർ പറഞ്ഞൊരു വാക്കായിരുന്നു SDPI എന്നുള്ള പേര്. ആ പേര് ഇപ്പോൾ ചോദിച്ചാൽ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഒരു വർഷം മുമ്പുള്ള പിണറായി വിജയൻ്റെ വീഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. SDPI അടക്കമുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. UDFന് അത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാലാണ് പിണറായി വിജയൻ. 2022 CPIMന്റെ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. RSSന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഒരു തീവ്രവർഗീയ സംഘടന ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവരെക്കുറിച്ച് നമുക്ക് നല്ല ജാഗ്രത വേണം. CPIMന്റെ ഒരു ഡസൻ നേതാക്കന്മാരുടെ അങ്ങേ അറ്റത്തെ ആക്ഷേപ മുദ്രകൾ ചേർത്തിട്ടുള്ള SDPI വിമർശനങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ കണ്ടെടുക്കാൻ പറ്റും. അതവിടെ നിൽക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നിലമ്പൂരിൽ ഉറക്കെ പറഞ്ഞ M സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പാർട്ടി ഇപ്പോൾ SDPI എന്ന പേര് ചോദിച്ചാൽ അതിന് സ്കിപ്പ് ചെയ്ത് കളയും. നോക്കൂ, LDF കൺവീനറോട് നൗഫൽ പോയി ചോദിച്ചു, നമ്മുടെ പ്രതിനിധി പോയി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, അതിൽ കൊത്താൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹം പൊയ്ക്കളയാണ് ചെയ്തത്. ഇന്നലെ മങ്കടയുടെ കാര്യം പിണറായി വിജയനോട് ചോദിക്കും, പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, ഞങ്ങൾ മങ്കടയിൽ നല്ല നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒഴിയാണ്. അപ്പോൾ SDPI എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയോട് ഇന്നലെ വരെ സ്വീകരിച്ച സമീപനം വാക്കുകൾ കൊണ്ടല്ല, പാർട്ടി രേഖയിലുണ്ട്. SDPI RSSന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന തീവ്രവർഗീയ സംഘമാണ്, നാട് കുട്ടിച്ചുറക്കാൻ ശ്രമിക്കുകയാണ്. CA സമരം നടന്നപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനകത്ത് നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കിയത് SDPI തീവ്രവാദികളാണ് എന്ന്. ഏറ്റവും അവസാനം താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിൽ എന്തായിരുന്നു CPM നിലപാട്? ആ സമരത്തിൽ കുഴപ്പമുണ്ടാക്കുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തത് SDPIക്കാരായ തീവ്രവാദികളാണെന്നാണ്. ഇപ്പോൾ ചോദിച്ചാൽ നോക്കൂ സൈഫ്, ഞാൻ പറഞ്ഞ അടുത്ത 12 ദിവസത്തേക്ക് മാത്രം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPIയുടെ തീവ്രവാദ മുദ്രയ്ക്ക്. SDPIക്കാർ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. SDPIക്കാരായിട്ടുള്ള അണികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധാരണയ്ക്ക് ആനുകൂല്യം കിട്ടുന്നത് 12 ദിവസത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തീവ്രവാദ മുദ്ര എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യപ്പെടും? വീണ്ടും വന്ന് ചേർക്കപ്പെടും. അപ്പോൾ SDPIക്കാരുള്ള അണികൾ അവർ പറയട്ടെ, അവർ സ്വയം ഒന്ന് ആലോചിക്കട്ടെ, ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? SDPI ഒരു കച്ചവടത്തിൽ SDPI എന്നുള്ള പാർട്ടിക്കുള്ള ലാഭം എന്താണ്? ഏറ്റവും കുറഞ്ഞത് SDPI ഈ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു പാർട്ടിയാണ്. അവരെ അംഗീകരിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു വാക്കിൻ്റെ ആനുകൂല്യം SDPIക്കില്ല. ഈ 12 ദിവസം കഴിഞ്ഞാൽ തള്ളിപ്പറയാൻ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ SDPI. അപ്പോൾ എന്തിനാണ് SDPI എന്ന് പറഞ്ഞ കക്ഷി ഈ വിഡ്ഢിവേഷം കെട്ടുന്നത്? അല്ലെ അവർക്കുള്ള ഗുണം എന്താണ്? അപ്പോൾ UDFനെ തോൽപ്പിക്കാനുള്ള LDFന്റെ പല വഴികൾ തേടലിൽ ഒരു ബ്രോക്കറിയും പണിയെടുത്ത് കൊടുക്കുകയാണ് SDPI എന്ന് പറഞ്ഞ ഒരു സംഘടന. അപ്പോൾ അതിൻ്റെ അണികൾ ആലോചിച്ചാൽ മതി, ഞങ്ങൾ ഈ കളിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം. രണ്ടാമത്തെ കാര്യമുണ്ട്, മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ലെഫ്റ്റുമായിട്ട് ആകുന്നത്? നമ്മൾ ആ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീൽ എന്താണ്? അവർ നോക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓരോ ആൾക്കാർ വന്നിട്ട് അവരെ ചീത്ത വിളിക്കുകയാണ്. ഇവന്മാർ വർഗീയവാദികൾ, ഇവർ മലപ്പുറം തീവ്രവാദികൾ, ഇവരെ ലവ് ജിഹാദുകാർ, ഇവർ നർക്കോട്ടിക് ജിഹാദുകാർ, ഇവരെ ഭക്ഷണത്തിൽ തുപ്പുന്നവർ, പേര് കേട്ടാൽ അറിയാം, കണ്ണിക്കണ്ടവരൊക്കെയും വന്ന് ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം കുറേ സമയം കേൾക്കുമ്പോൾ അതിൻ്റെ ഇൻസൾട്ടിൻ്റെ ഒരു പാരമ്യത്തിലെത്തില്ലേ? ഞങ്ങളിപ്പോൾ ഇങ്ങനെ തെറിയേക്കാൻ വേണ്ടി മാത്രം നമ്മളാരാണ്? അപ്പോൾ അതിങ്ങനെ കേട്ടേ വരികയാണ്. അതിൻ്റെ കൂടെ ഒരു ആധിയും ഇത്തരം ദുഷ്പ്രചരണങ്ങളുടെ ഒടുവിലാണ് നോർത്തിലൊക്കെ വലിയ കലാപം ഉണ്ടായതെന്നുള്ള ഭയപ്പാടും. ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ പ്രമാണിമാർ തന്നെ വന്ന് ഡെയിലി ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ആൻഡ് ഇൻസൾട്ട് എന്താണ്? ആ പ്രശ്നം സീരിയസ് ആയിട്ട് ഭരണകൂടത്തോട് സംസാരിക്കും. ഭരണകൂടം കൂടെ പുച്ഛിക്കുകയാണ്. അത് ഏതൊരു പാർട്ടിയെ പറഞ്ഞതാണ് എന്ന മട്ടിലൊക്കെ പറയാണ്. CPIM PB അംഗം പറയാണ് അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതാണ് എന്ന്. ഒക്കെ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി നിരന്തരം ആക്ഷേപിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള, ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറ്റിയത്? സ്വയം കബളിപ്പിക്കുന്നു പിണറായി വിജയൻ. എന്നിട്ടൊരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അദ്ദേഹം അവരുന്നയിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ജെന്യുവൻ കൺസേണെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. CPMന്റെ ഏതെല്ലാം തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കണ്ടിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത് തന്നെ ആൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ചീത്ത വിളിക്കുന്നതിനെ അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ കാലം നല്ലായി ഓർമ്മയുണ്ട് മനുഷ്യന്മാർക്ക്, അല്ലേ? അല്ല, ആൾക്കാർ ഷോർട്ട് മെമ്മറി ഒന്നുമില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ SDPI ഇന്നലെ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. SDPIക്കാർ ഞങ്ങളുടെ അഭിമന്യുവിനെ കൊന്ന വർഗീയത തുലയട്ടെ, ഞാൻ പെറ്റ മകനെ എന്ന് എഴുതി മുഴുമിപ്പിച്ചിട്ടില്ലാത്ത CPMമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് ഇപ്പോൾ SDPI ചോദിച്ചാൽ അവർ അക്ഷരം മിണ്ടാനില്ല. MA ബേബി മാത്രം വേറെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം എപ്പോഴും വേറെയാണ് പറയുക. അതെ, ഇവിടുത്തെ സർക്കാർ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നടക്കുന്ന ഉരുണ്ടുകളികളുടെ കൂടെ അല്ല അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ശരിക്കും CPMന്റെ പൊസിഷനാണ്. CPMന്റെ പൊസിഷൻ അദ്ദേഹം എപ്പോഴും സംസാരിക്കുക. ഇവർ സംസാരിക്കുന്ന അധികാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യതാ പൊസിഷനിലാണ്. CPMന്റെ പൊസിഷനല്ല എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഈ SDPI ബന്ധം എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ SDPIക്കാർ ആലോചിക്കണം,
എത്ര ദിവസത്തേക്കൊണ്ട് ഈ മതനിരപേക്ഷതയുടെ കുപ്പായം തരുന്നത്? പിന്നെ ഊരി വാങ്ങിക്കും, തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, ഞാൻ പെറ്റ മകനെ എന്ന തലക്കെട്ടിട്ട് വർഗീയത തുലയിട്ട എന്ന പേരിൽ വികാരനിർഭരമായി കുറിപ്പിട്ട ഇടതുപക്ഷക്കാർ, ഇടതുപക്ഷ അനുഭാവികൾ, SFIക്കാർ ആലോചിക്കണം ഇപ്പോൾ നമുക്ക് ഇവരെങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരായെന്നുള്ളത്. ഈ അസംബന്ധത്തിന് കേരളം മറുപടി പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത്.